പാലക്കാട് അട്ടപ്പാടിയിൽ തണ്ടപ്പേർ ലഭിക്കാത്തതിൽ കർഷകൻ ജീവനൊടുക്കിയ സംഭവത്തിൽ ഉന്നതതല അന്വേഷണം ഉണ്ടാകുമെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ 24-നോട് കളക്ടറുടെ പ്രാഥമിക റിപ്പോർട്ട് അപൂർണമെന്നും വിശദമായ റിപ്പോർട്ട് ആവശ്യപ്പെട്ടുവെന്നും മന്ത്രി അറിയിച്ചു. ഉദ്യോഗസ്ഥ വീഴ്ച കണ്ടെത്തിയാൽ കർശന നടപടിയുണ്ടാകുമെന്നും കെ രാജൻ പറഞ്ഞു. ജില്ലാ കളക്ടറുടെ പ്രാഥമികമായിട്ടുള്ള റിപ്പോർട്ടിൽ വിവരങ്ങൾ പൂർണ്ണമല്ല. കുറച്ചുകൂടി വിശദമായിട്ടുള്ള റിപ്പോർട്ട് ജില്ലയിലെ ഒരു മുതിർന്ന ഉദ്യോഗസ്ഥനെ തന്നെ ഏതെങ്കിലും ഡെപ്യൂട്ടി കളക്ടറെ അയച്ചോ കളക്ടർ നോക്കിയോ തയ്യാറാക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ആ റിപ്പോർട്ട് കിട്ടിയാൽ ആവശ്യമെങ്കിൽ ഉന്നതതലത്തിലുള്ള അന്വേഷണം നടത്തും. ഉദ്യോഗസ്ഥ വീഴ്ച ഉറപ്പായിട്ടും പരിശോധിക്കും. പല കാര്യങ്ങളിലും അങ്ങനെ ഉണ്ടാകുന്നുണ്ട്. ഇപ്പോഴുള്ള ഉദ്യോഗസ്ഥന്മാരല്ല, നേരത്തെയുള്ള ഉദ്യോഗസ്ഥന്മാർക്ക് ആ കാര്യത്തിൽ തെറ്റുപറ്റിയിട്ടുണ്ടെങ്കിൽ KSR അനുസരിച്ച് റിട്ടയർ ചെയ്താലും ആവശ്യമായ നടപടികൾ എടുക്കാൻ സർക്കാരിന് അധികാരമുണ്ട്. അന്വേഷണം നടത്തി അങ്ങനെ ആരെങ്കിലും കുറ്റക്കാരുണ്ടെങ്കിൽ ഒരാളെയും വെറുതെ വിടില്ല. കൃഷ്ണസ്വാമിയുടെ മരണത്തിൽ റവന്യൂ ഉദ്യോഗസ്ഥർക്കെതിരായ ആരോപണത്തിൽ ഉറച്ചു നിൽക്കുകയാണ് കുടുംബം. വില്ലേജ് ഓഫീസിൽ നിന്ന് മോശം അനുഭവമുണ്ടായി എന്നാണ് കൃഷ്ണസ്വാമിയുടെ ഭാര്യ കമലം വ്യക്തമാക്കിയത്. പറഞ്ഞു വില്ലേജ് ഓഫീസിൽ പോയി 5-5:30 വരെ ഇരുന്നിട്ട് അപ്പോൾ ഇതിൽ എഴുതി തന്നിരിക്കുന്ന ഇതാണ്. നിലവിൽ TP പിടിക്കാനായി അപേക്ഷിക്കുന്ന പ്രകാരം ആവശ്യമായ സ്ഥലമില്ല എന്ന് പറഞ്ഞതുകൊണ്ട് സ്ഥലമില്ലെങ്കിൽ നമ്മൾ അടുത്ത ആളുടെ സ്ഥലത്ത് നമ്മുടെ സ്ഥലം മറ്റുള്ളവരുടെ പേരിൽ ഇവർ വില്ലേജ് ഓഫീസിൽ തെറ്റല്ലേ, താഴെ 2 സെൻറ്റ് സ്ഥലമല്ലേ നമ്മൾ അവർക്ക് വഴിക്ക് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അത് കഴിച്ചിട്ട് ബാക്കി നമ്മുടെ പേരിലാക്കണം. നമ്മൾ എത്ര വർഷം നമ്മൾ ടാക്സ് അടച്ചില്ലെങ്കിലും അത്ര വർഷത്തെ ടാക്സ് അടയ്ക്കാൻ നമ്മൾ തയ്യാറാണ്. ഒരു പാവപ്പെട്ട കൃഷിക്കാരനൊക്കെ ഇങ്ങനെയൊക്കെ വരണോ? ഇതൊക്കെ വരുത്തിയതാരാണ്? നിങ്ങളുടെ വില്ലേജ് ഓഫീസ് നിങ്ങളൊക്കെ അല്ലേ? ഒരു സ്റ്റെപ്പ് എടുക്കാത്തത് കൊണ്ടല്ലേ ഇത്രയും വരുന്നത്. ഇവിടെ ഏത് കൃഷിക്കാരൻ പോയാലും നമ്മുടെ മാത്രമല്ല, എൻ്റെ സ്ഥിതി ഇനി ആർക്കും വരാൻ പാടില്ല. സംഭവത്തിൽ BJPയുടെ നേതൃത്വത്തിൽ അഗളി വില്ലേജ് ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ച് സംഘടിപ്പിക്കും. കോൺഗ്രസ് നേതൃത്വത്തിൽ ഇപ്പോൾ വില്ലേജ് ഓഫീസർ ഉപരോധിക്കുകയാണ്. സൂരജ് സജിയും ഐഷത്തുൽ ഷംനയുമാണ് വിവരങ്ങൾ മാറ്റിയിരുന്നത്. ആദ്യം ഐഷത്തുൽ ഷംനയിലേക്കാണ്. ഷംന, കുടുംബം എന്തൊക്കെ കാര്യങ്ങൾ വ്യക്തമാക്കുന്നുണ്ട്? ഇപ്പോൾ ആരുടെ പ്രതിഷേധമാണ് അവിടെ നടക്കുന്നത്? ഷംന, ഇപ്പോൾ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധമാണ് ഇപ്പോൾ വില്ലേജ് ഓഫീസിന് മുമ്പിൽ നടക്കുന്നത്. നേരത്തെയൊക്കെ ആദ്യഘട്ടത്തിൽ ഇതൊരു സമാധാനപരമായ ഒരു പ്രതിഷേധമായിരുന്നെങ്കിൽ ഇപ്പോൾ അത് ഒരു സംഘർഷത്തിലേക്ക് കടക്കാനുള്ള സാധ്യതയാണ്. ഈ പ്രവർത്തകർ ഗേറ്റ് തള്ളിക്കടന്ന് അകത്തേക്ക് കയറാനുള്ള ശ്രമം നടത്തുകയാണ്. എന്തായാലും ഒരു സംഘർഷാവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോകുന്നു എന്നതാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാകുന്നത്. വലിയ രീതിയിലുള്ള ആരോപണമാണ് കുടുംബം ഉന്നയിച്ചത്. കഴിഞ്ഞ ദിവസം കൃഷ്ണസ്വാമി മനം നൊന്നാണ് ആത്മഹത്യ ചെയ്തത്. ഈ വില്ലേജ് ഓഫീസറുടെ ഭാഗത്തു നിന്നും അതുപോലെ തന്നെ റവന്യൂ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നും മോശം അനുഭവം ഉണ്ടായി. തണ്ടപ്പേര് ലഭിക്കുന്നതുമായി ബന്ധപ്പെട്ട് കാലങ്ങളായി വില്ലേജ് ഓഫീസിൽ കയറി ഇറങ്ങുന്ന ഒരാളായിരുന്നു കൃഷ്ണസ്വാമി. പക്ഷേ കഴിഞ്ഞ ദിവസം ഇത്തരത്തിൽ ഓഫീസിലെത്തിയപ്പോൾ തന്റെ ഭൂമിക്ക് തണ്ടപ്പേര് നൽകാൻ കഴിയില്ല, ആ ഭൂമി മറ്റൊരാളുടേതാണ്, അയാൾക്കാണ് തണ്ടപ്പേര് നൽകിയത് എന്ന് ഈ വില്ലേജ് ഓഫീസറും അവിടെയുള്ള ഉദ്യോഗസ്ഥരും അറിയിച്ചു. ഇതിൽ മനംനൊന്താണ് ആത്മഹത്യ ചെയ്തത് എന്നായിരുന്നു കൃഷ്ണസ്വാമിയുടെ കുടുംബത്തിന്റെ ആരോപണം. എന്നാൽ ഇപ്പോൾ നമ്മൾ വില്ലേജ് ഓഫീസറുമായും തഹസിൽദാരുമായൊക്കെ സംസാരിച്ചു. അവർ പറയുന്നത് അങ്ങനെയല്ല പറഞ്ഞത്, മറിച്ച് ഈ കൃഷ്ണസ്വാമിയുടെ സ്ഥലം, അതേ സ്ഥലം തന്നെ മറ്റൊരു മുഹമ്മദ് മഹീൻ എന്ന് പറയുന്ന ഒരു ആൾക്കും അതേ സ്ഥലത്തിൽ തന്നെ തണ്ടപ്പേര് ലഭിക്കുന്നതുമായി ബന്ധപ്പെട്ട് വില്ലേജ് ഓഫീസിൽ വന്നിരുന്നു. 2 പേർക്കും അപ്രൂവൽ നൽകിയിട്ടില്ല. അത് രണ്ട് കേസുകൾ ഒരുപോലെ വന്നതുകൊണ്ട് അത് രണ്ടും പെൻഡിങ്ങിലാണ്. അത് രണ്ടും അന്വേഷിച്ച് 2 പേരുടെയും ആധാരങ്ങൾ പരിശോധിച്ച ശേഷം മാത്രമേ നൽകാൻ കഴിയൂ. അതുകൊണ്ട് തന്നെ കൃഷ്ണസ്വാമി വന്ന സമയത്ത് ഈ മുഹമ്മദ് മഹീന്റെ കൂടി ഡോക്യുമെന്റ്സ് പരിശോധിച്ച ശേഷം നടപടിയെടുക്കാം, 2 ദിവസം കൂടി കാത്തിരിക്കൂ എന്ന് മാത്രമാണ് ഉദ്യോഗസ്ഥർ അറിയിച്ചിരുന്നതെന്നാണ് ഇപ്പോൾ തഹസിൽദാരും ഒപ്പം തന്നെ വില്ലേജ് ഓഫീസറും നൽകുന്ന വിശദീകരണം. എന്തായാലും ഇപ്പോൾ കളക്ടറോട് മറ്റ് ഉന്നത അന്വേഷണം ഒരു ആവശ്യപ്പെട്ട സ്ഥിതിക്ക് തന്നെ അതിലൊരു വ്യക്തമായ ഒരു അന്വേഷണം നടത്തി പിന്നീട് ഔദ്യോഗികമായി പ്രതികരിക്കാമെന്ന് കൂടി തഹസിൽദാർ അറിയിച്ചിട്ടുണ്ട്. എന്തായാലും സംഭവത്തിൽ ഇപ്പോൾ പ്രതിഷേധിച്ച് യൂത്ത് കോൺഗ്രസിന്റെ ഒക്കെ നേതൃത്വത്തിൽ വലിയ പ്രതിഷേധമാണ് ഇപ്പോൾ ഈ വില്ലേജ് ഓഫീസിന് മുമ്പിൽ നടക്കുന്നത്. കാലങ്ങളായി കർഷകർക്ക് നേരെ ഒപ്പം തന്നെ ഈ അട്ടപ്പാടി മേഖലയിലുള്ള സാധാരണക്കാർക്ക് നേരെ ഇത്തരം അതിക്രമങ്ങൾ നടക്കുന്നുണ്ട്. നിരവധി കർഷകർക്ക് ഈ സമാന അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നുകൂടി നാട്ടുകാർ ആരോപിക്കുന്നുണ്ട്. അതായത് ഒരു കമേഴ്ഷ്യൽ പർപ്പസിന് വേണ്ടി അട്ടപ്പാടിയിൽ എത്തുന്നവർക്ക് ഈ ഭൂമി തണ്ടപ്പേര് ലഭിക്കാനോ മറ്റു ഭൂമിയിൽ എന്തെങ്കിലും നടത്താനോ ഒക്കെ ഒരു ബുദ്ധിമുട്ടുമില്ല. നിമിഷങ്ങൾക്കകം അതിന് ഉദ്യോഗസ്ഥർ അവർക്ക് ഒത്താശ ചെയ്ത് കൊടുക്കുന്നുണ്ട്. പക്ഷെ ഒരു സാധാരണക്കാരനോ ഒരു കർഷകനോ എത്തിയാൽ കാലങ്ങളോളം വില്ലേജ് ഓഫീസിലും മറ്റു റവന്യൂ ഓഫീസുകളിലും കയറി ഇറങ്ങണം. അതിലൊരു നടപടിയും എടുക്കുന്നില്ല എന്നൊക്കെയാണ് ഇവരുടെ ആരോപണം.
എന്തായാലും ഈ വില്ലേജ് ഓഫീസിന്റെ ഭാഗത്തു നിന്ന് മോശമായ ഒരു അനുഭവം ഉണ്ടായി. ഇത് നിങ്ങളുടെ ഭൂമിയല്ല. 1978 ഈ കൃഷ്ണസ്വാമിയുടെ അമ്മ ഈ ഭൂമി വാങ്ങുന്നത്. അതിനെ തുടർന്ന് പിന്നീട് കുറെ വർഷങ്ങൾക്ക് ശേഷം ഇതിൽ 2 സെന്റ്, അതായത് 3 ഏക്കറിൽ 2 സെന്റ് മുഹമ്മദ് മഹീൻ എന്ന ആൾക്ക് വിറ്റിരുന്നു. ഈ വഴിയുമായി ബന്ധപ്പെട്ട കാര്യത്തിന് വേണ്ടി മുഹമ്മദ് മഹീന് വിറ്റിരുന്നു. പക്ഷേ ആ 2 സെന്റ് കഴിഞ്ഞ് 3 ഏക്കറിൽ ബാക്കിയുള്ള ഭൂമി ഈ കൃഷ്ണസ്വാമിയുടെ അമ്മയുടെ പേരിൽ തന്നെ ആവേണ്ടിയിരുന്നു. പക്ഷേ ഈ തണ്ടപ്പേരുമായി ബന്ധപ്പെട്ട് വന്നപ്പോൾ 3 ഏക്കറും നിലവിൽ മഹീന്റെ പേരിലാണ്. നിങ്ങൾക്ക് ഭൂമിയില്ല എന്നാണ് വില്ലേജ് ഓഫീസിൽ നിന്നും അറിഞ്ഞത്. അതിൽ മനംനൊന്താണ് ആത്മഹത്യ ചെയ്തത് എന്നാണ് കുടുംബം ആരോപിക്കുന്ന ആരോപണത്തിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ്. എന്തായാലും ഇത് സർക്കാരിനെതിരെയുള്ള ഒരു പ്രതിഷേധമാക്കുന്നു ഇപ്പോൾ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ. ഒപ്പം തന്നെ ഇത് റവന്യൂ ഉദ്യോഗസ്ഥരും വില്ലേജ് ഓഫീസറും മനഃപൂർവ്വമായി കർഷകരുടെ പ്രശ്നങ്ങൾ കാണാതെ മനഃപൂർവ്വമായി ഉന്നത ഉദ്യോഗസ്ഥർക്ക് ഈ കൊമേഴ്ഷ്യൽ പർപ്പസിനും മറ്റും വരുന്ന ആളുകൾക്ക് അവർക്ക് ഒത്താശ ചെയ്യുകയാണ് എന്ന് ആരോപിച്ചുകൊണ്ടാണ് ഇപ്പോൾ പ്രതിഷേധം നടക്കുന്നത്. എന്തായാലും ആദ്യഘട്ടത്തിൽ സമാധാനപരമായി ഒരു കുത്തിയിരുന്നുള്ള സമരമായിരുന്നു. ശരിയാണ്. ഇപ്പോൾ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ വില്ലേജ് ഓഫീസറെ ഉപരോധിച്ചുകൊണ്ടുള്ള സമരമാണ് നടക്കുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.